പാർലമെന്റിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തി ഇന്നും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി പറയണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലും പ്രതിപക്ഷ ബഹളം കാരണം ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു. എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, പാർലമെന്റിൽ ഇന്നും പ്രതിഷേധിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണോ പ്രതിപക്ഷ നീക്കം? ക്രിയാത്മകമായ ചർച്ചകൾക്ക് പകരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക തന്നെയാണല്ലേ പതിവ് പോലെ പ്രതിപക്ഷം ഇത്തവണത്തെ വർഷകാല സമ്മേളനത്തിലും നടത്തുന്നത്? രോഹിണി, നിലവിൽ ഡൽഹിയിൽ ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷകാല സമ്മേളനത്തിന്റെ എല്ലാ മൂഡും വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതിയും അത് കൊണ്ടുവരുന്നു എന്ന് പറയാം. പക്ഷേ പാർലമെന്റിൽ എന്തായാലും ഈ ഒരു തണുപ്പ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പാർലമെന്റ് കഴിഞ്ഞ 2 ദിവസമായി ചൂട് പിടിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ ബഹളം വയ്ക്കും, ഉടൻ തന്നെ പാർലമെന്റ് നടപടികൾ കുറച്ച് സമയത്തേക്ക് നിർത്തിവെക്കും. ഈ ചടങ്ങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പല വിഷയങ്ങളുണ്ട്. അതിൽ ഈ ബീഹാർ വോട്ടർ പട്ടികയൊക്കെ അവരൊരു വിഷയമായി ഉയർത്തിക്കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ അത് ഞെട്ടിക്കുന്നുണ്ട്. കാരണം ഈ റിവിഷൻ SIR നിർത്തലാക്കണം എന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത്. കാരണം അവരുടെ വ്യാജ വോട്ട് ബാങ്കാണ് ഇപ്പോൾ ഇങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൽ സ്വാഭാവികമായും കോൺഗ്രസിനും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനും ഒക്കെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതവർ മുന്നോട്ട് കൊണ്ടുപോകും. പഹൽഗാം ഭീകരാക്രമണം വലിയൊരു വിഷയമായി അവർ ചർച്ചയായി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏറ്റവും പുതിയ വാർത്ത വരുന്നത് അമിത്ഷാ, ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി ഹൈക്കോടതിയിലെ നേരത്തെ അഴിമതി കേസിൽ കുടുങ്ങിയ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പാർലമെന്റിലേക്ക് വൈകാതെ ഈ വിഷയം എത്തും എന്നുള്ളതും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ ഉടലെടുത്ത ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് രാജി ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെ പരക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇന്ന് പാർലമെന്റിൽ ഒരുപക്ഷെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയും കാണുന്നു. സംഭവബഹുലമായിരിക്കും ഇന്നത്തെ ദിവസവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.